പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഒക്ടോബർ 7 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഹൃദയവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. ഈശോ മാറാത്ത രോഗങ്ങളെ
ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പോലെ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. ആമേൻ. ലൂക്ക 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് നിസ്സാരമായ ഒരു വചനമല്ല. ഇതിൻ്റെ കണക്ഷൻ കിടക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ്. അവിടുന്ന് തന്നെ പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തും, നിശ്ചലമായ ജലാശയത്തേക്ക് അവിടെ തന്നെ നയിക്കും. അങ്ങനെ നയിച്ച് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥ മാറി. മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു ചോദിക്കണില്ലേ? ആ ദൈവത്തിൻ്റെ ചോദ്യമാണത്. അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസമായിട്ട് തുടരാൻ നിങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. അതാണ് വിഷയം. മസ്റ്റ് ബി നോട്ട്. അത് നിസ്സാര കാര്യമല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർദാനിൽ നിന്ന്, ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പോണത്? ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി, ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം നോക്കി, ഇവ മൗനമായി തന്നെ പോവുകയാണ്. യാതൊരു റിയാക്ഷനും ഇല്ല, റെസ്പോൺസില്ല, അതുപോലെ തന്നെ മൽപ്പിടുത്തങ്ങളില്ല, ഒന്നുമില്ല. അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത്. അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത്, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. അതൊക്കെ മുമ്പ് ഈശോയ്ക്ക് ഒരു സ്റ്റാറ്റസ് കൊടുക്കും ദൈവം. ഭയങ്കര രസമാണ് ഈ ബൈബിള്. അതായത് ഈ ജോർദാൻ നദി വെച്ച് ഈശോയ്ക്ക് സ്റ്റാറ്റസ് കൊടുക്കും. എന്താ പറയണത്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ. അതാണ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് ഈശോ മരുഭൂമിയിലേക്ക് പോണത്. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ സ്റ്റാറ്റസ്. എന്താണത്? പദവി എന്താണ്? ഇവൻ എൻ്റെ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇപ്പം സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈനായി അല്ലേ? ഇനി മരുഭൂമി എന്താ? ഇനി നേരെ ഈശോനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണ കാണാം. നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിച്ച് വായിക്കണം കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതമല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതം ആർക്ക് വേണം? നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തര രേഖയായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം ഭക്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഈശോ ഇറങ്ങി എങ്ങോട്ടാണ് പോണത്? ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അവൻ്റെ ഈ
സ്റ്റാറ്റസ് എന്താ? സ്റ്റേജ് എന്താണ്? ബിലവഡ് സണ്ണാണ്. ഈ ബിലവഡ് സൺ ആരുടെ ബിലവഡ് സണ്ണാണ്? ദിസ് ഈസ് മൈ ബിലവഡ് സണ്ണാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുന്നോമന മകന. അതാണ് സ്റ്റാറ്റസ്. ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ, ഇപ്പം ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ്? ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെ ദൈവത്തിന് മഹത്വവും അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പശ്ചാത്തലപ്പുറങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിശ്ചയമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ്, ഹോളം കുടിച്ച് വിശ്രമിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും. പിന്നെ എങ്ങോട്ടാണ് പോണത്? മരുഭൂമിയിലേക്ക്. ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബോധമുണ്ട്. എന്താ കാര്യം? ആത്മാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒന്നാ വചനം ഒന്നൊരു വായിച്ചേ. ലൂക്കാ 4:1. ലൂക്കാ 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതായത് ഈ ജോർദാനിൻ്റെ എല്ലാ സർവസമ്പദ് സമൃദ്ധിയിൽ നിന്നും മടങ്ങുകയാണ്. എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ. ദൈവ പൈതലാണ് നീ. ജോബ് മടങ്ങിയത് കണ്ടില്ലേ? ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും. അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാകണം, ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന്. ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത്? മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് പണി ഉണ്ടാക്കല്ലേ, പണി വരല്ലാതിരിക്കുന്നത്. പക്ഷേ ദൈവപൈതലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ്? ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇടിവെട്ടും പാമ്പ് കഴിയൊന്നുമല്ല. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ ഒരു ദൈവ പൈതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം, ദൈവവേദനെ നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം.